പുറത്ത് വരുന്നതിന് ബുദ്ധിമുട്ടുള്ളവരൊന്ന് കൈവക്കിക്കേ. ആദ്യത്തെ 3 റീൽ ഇതായിരിക്കും പോണേ. പിങ്കിഷ് ഗേൾ. നമ്മുടെ ഷോസ് മുമ്പ് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ഓക്കെ, സോണി ദൈവത്തോർത്ത് കൈ പൊക്കരുത്. ഞാൻ എൻ്റെ അച്ഛനേക്കാൾ കൂടുതൽ സോണിയാണ് ഇപ്പൊ കാണുന്നത്. എല്ലാം ചോദിക്കും വരും. അതെ, നടുക്ക് അങ്ങേയറ്റത്ത് വെള്ള ഷർട്ടിലിരിക്കുന്ന ആളാണ് സോണി. വേറെ ആരാ കണ്ടിട്ടുള്ളത്? ബ്രോ ആണ് ലാസ്റ്റ് നമ്മൾ കണ്ടത്, കഴിഞ്ഞ ആഴ്ചത്തെ ഷോ ഉണ്ട്. റീസെന്റ് കണ്ട ആളല്ല. അല്ല, ബ്രോ അവിടെ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വന്നു. അപ്പൊ ബ്രോയുടെ വീട് എവിടെ ശരിക്കും? ഈ ഷോ കാണാൻ വേണ്ടി തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്. ഒറ്റയ്ക്കാണ് വന്നത്? എന്ത് പറഞ്ഞാ കൊണ്ടുവന്നത്? വരില്ല. ഇത് പറഞ്ഞിങ്ങനെ ഹൈപ്പ് കയറ്റും മഹാദേവൻ. ഇല്ല, ഈ റസൽ പീറ്റേഴ്സ് ആരാന്ന് പോലും മഹാദേവൻ അറിയത്തില്ല. അതാണ് നമ്മൾ. അത് അനീസിക്കൊക്കെ അറിയാം, പക്ഷെ അതിന്റെ ഒരു തമാശ പുള്ളിയുടെ വരത്തില്ല. ഒരു തരത്തിലും നമ്മൾ അറിയത്തില്ല. ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് കണ്ടു, അങ്ങനെ ബുക്ക് ചെയ്തു, അങ്ങനെ വന്ന്. എല്ലാത്തിനും കൈ വെക്കരുത് പ്ലീസ്. അവര് പ്ലാൻ ചെയ്യണം. നമ്മുടെ ഷോയാ, നമ്മൾ എന്തായാലും തൂക്കും. എന്ത് വന്നാലും നീ കൈ വെക്കണം. ഞാൻ എല്ലാത്തിനും ബുക്ക് വേണം. നമ്മളെ അറിയാത്ത ആൾക്കാർ ബുക്ക് മൈ ഷോ റാൻഡം ഷോസ് ബുക്ക് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ കൈ വെക്കുവോ? ആരുമില്ല അല്ലേ? അതൊന്ന് പറഞ്ഞാണല്ലോ, ഒന്ന് പറഞ്ഞല്ലേ അത് പിന്നെ പറയണം. ഇനി അളിയൻ എപ്പം ചോദിച്ചാലും ഇത് തന്നെ. നിങ്ങൾ എനിക്കറിയത്തില്ല. നിങ്ങൾ ഒരുമിച്ച് വന്നവരാണോ? ഓക്കെ, കപ്പിൾ ഫ്രണ്ട്സ് ആണ്. ഒരുമിച്ച് പഠിക്കും. എവിടെ പഠിക്കും നിങ്ങൾ? പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോഴും ഫ്രണ്ട്സ് ആണ്. അതിന്റെ ആവശ്യമൊന്നുമില്ല അല്ലേ? എന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്തോണ്ടിരിക്കുന്നു? ഒന്നും തോന്നരുത്, ഞങ്ങളുടെ കൂടെ അവന്റെ അമ്മാൻ വൈബുണ്ട്. അത് സ്ട്രൈക്ക് ചെയ്ത് അവിടെ പറഞ്ഞത് അപ്പുറത്താണ്, സ്ട്രൈക്ക് ചെയ്ത് ഇപ്പുറത്താണ്. പക്ഷെ ഒരു കോമഡി നൈറ്റിൽ വരാനുള്ള വൈബ് വിളിക്കില്ല, അത് വിളിക്കാണോ അല്ലേ? ഓ, US ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. എത്ര ലോങ് ആണ്? കിലോമീറ്റർ കണക്ക്. ഉടനെ നിങ്ങളുടെ ലോങ് ഡിസ്റ്റൻസ് എത്ര വർഷമായി എന്നാണ് ചോദിച്ചത്? 2 years ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ. എത്ര വർഷമായി? 3 years. ഓക്കെ, ആള് US പോകാനുള്ള തീരുമാനം അനൗൺസ് ചെയ്യുമ്പോൾ എന്തായിരുന്നു ഫീൽ ചെയ്തത്? ഗ്രീൻ കാർഡ്. ശരിക്കും അതായിരുന്നു. നിങ്ങൾ പഠിച്ചത് എന്തായിരുന്നു? എനിക്കത് അറിയാമല്ലോ, വിട്ടേക്ക്. നിങ്ങൾ രണ്ട് എറണാകുളംകാരാണോ? ഷോയ്ക്ക് വേണ്ടി വന്നു. ഞങ്ങൾക്ക് വേണ്ടിയോ ഫ്രണ്ടിന് വേണ്ടിയോ? ഓ, ഇവിടെ തരാനൊന്നും ഇല്ലല്ലോ. ഞാൻ ആദ്യം പറഞ്ഞൊക്കെ തിരിച്ചെടുത്തിരിക്കുന്നു. തൃശ്ശൂരിൽ നിന്നൊരു അളിയൻ ഇവരെയൊക്കെ സമാധാനിപ്പിക്കണമല്ലേ ശരന്. നിങ്ങൾ ഒന്നിച്ച് വന്നവരാണോ? ഓക്കെ, നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? ഫ്രണ്ട്സാണ്. നിങ്ങൾ ഇവിടെ കപ്പിൾസ് ആരും ഇല്ലേ? ബൈക്കിലിരിക്കുന്നത് നിങ്ങൾ കപ്പിൾസ് ആണോ? നിങ്ങൾ കപ്പിൾസ് ആണോ? അല്ല, നിങ്ങൾക്ക് പറയാൻ മടിയായിട്ടാണോ? കൊച്ചിയിൽ കപ്പിൾ എന്നുള്ള പരിപാടി മാറിയെന്ന് തോന്നുന്നു. ഇപ്പൊ പുതിയ എന്തോ ടേമാ. ഓ ശരി, ഇതിനല്ല ഇപ്പൊ ടേംസ് ഉണ്ടല്ലോ. ഫ്രണ്ട്സ് വിത്ത് ബോയ് ഫ്രണ്ട് ലോങ് ഡിസ്റ്റൻസ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ PG MSW. എവിടെ? വയനാട്ടിലാണ്. ഇവിടെ ഇന്റേൺഷിപ്പിന് വന്ന കാക്കനാട്. ഞാൻ ടേബിൾ ടെന്നീസ് കോച്ചാണ്. കാക്കനാട് വർക്ക് ചെയ്യും. പുള്ളി എവിടെയാണ് ഇന്റേൺഷിപ്പ് ചെയ്യണേ? ചൈൽഡ് ലൈൻ. അപ്പൊ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് അറിയാവുന്നത്? റൂംമേറ്റിന്റെ ഫ്രണ്ട്. കൂടെ ഓക്കെ, അവരൊരുമിച്ച് നിങ്ങൾ ഒരുമിച്ച് ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. അപ്പം ആളെന്ത് വേറൊരു ഫ്രണ്ട് നിങ്ങളുടെ ഫ്രണ്ടിനെ കൂട്ടി വിട്ടോ? അല്ല, പുള്ളിയുടെ ഇതെന്ത് ഡീലാ അത്? നമുക്ക് നിങ്ങൾ ഇപ്പൊ ഈ പ്രോഗ്രാമിന്റെ പ്ലാൻ ആരുടെ ആയിരുന്നു? ഓക്കെ, വിറ്റോക്സ്. ഞാൻ കഴിഞ്ഞ നവംബർ 23rd ബുക്ക് ചെയ്തായിരുന്നു 2024. അത് നിങ്ങൾ ക്യാൻസൽ ചെയ്തു. നമ്മുടെ തന്നെ ഷോ ആയിരുന്നു. അങ്ങനെ വരാം. എനിക്കറിയില്ല, സ്റ്റാൻഡപ്പ് കോമഡി ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതല്ല സ്റ്റാൻഡപ്പ് കോമഡി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ല, സ്റ്റാൻഡപ്പ് കോമഡി ആയിരുന്നു. റിൻഷ, നമ്മുടെ ലെഡ്ജർ ബുക്ക് November 23, 2024 എന്താ പ്രശ്നം നോക്കിയിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാശ് ക്യാൻസൽ ചെയ്തപ്പോൾ തിരിച്ച് അങ്ങോട്ട് വന്നില്ലേ? അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ. ചിലപ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ തമാശ കാണിക്കും. വേണ്ടിയോ? എവിടുന്ന്? അന്ന് പക്ഷെ പുള്ളി ഇല്ലായിരുന്നല്ലോ, ഇന്ന് സ്പെഷ്യൽ ആയില്ലേ?
എന്നിട്ട് ആ ബോയ് ഫ്രണ്ട് ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ അവൻ ഡൽഹിയിൽ പ്രൊജക്ട് ചെയ്യാൻ പോയേക്കോ. ഇത് എന്ത് സ്കീം? ഇത് കൊച്ചിയിലെന്താ പുതിയ സ്കീം ഉണ്ട് റിഷ ജോൺ, നമ്മൾ അറിയുന്നില്ല കേട്ടോ. ബോയ് ഫ്രണ്ട് ലോങ് ഡിസ്റ്റൻസ്. ഇതിനെന്താ ഈ ടൈം ഇതിനെന്താ പറയുന്ന പേര്? സിറ്റുവേഷൻ കാഷ്വൽസ്, ഫ്രണ്ട്ഷിപ്പ്, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, ഇതിനെന്താ പറയുന്ന പേര്? ഫ്രണ്ട്ഷിപ്പ്. അത് കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ എന്നാൽ ഇങ്ങനൊരു ഇതില് പ്രശ്നമൊന്നുമില്ല, നമ്മള് ചുമ്മാ തമാശക്കാരാണ്. നമുക്ക് അത് അവിടെയും കൂടെ ചോദിക്കാം. ലാസ്റ്റ് നിങ്ങളുടെ രണ്ടുപേരുടെ പർട്ടിക്കുലർലി നിങ്ങളുടെ ബോയ് ഫ്രണ്ട്, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് എവിടെയായിരുന്നു? ഗേൾ ഫ്രണ്ട് ഇല്ല, അത് സ്വാഭാവികം, മനസ്സിലായി. നോട്ട് ബൈ ചോയ്സ്. എവിടെ? 10 വർഷമായിട്ട് പറ്റിയില്ല, ഇനി പറ്റൂല. ശ്രമിക്കാതിരിക്കണം നല്ലത്. താല്പര്യമില്ല. അവര് വൈബ്, ഫ്രണ്ട്സ് വൈബ് തന്നെയാണ്. അത് കഷ്ടമായി. അത് എന്റെ പല്ലിലിടിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. ഡയറക്റ്റ് പറഞ്ഞിരുന്ന പുള്ളിക്ക് ഇത്രയും വിഷമാവില്ല. എന്ത് പറ്റി ബ്രോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്? ബ്രോയ്ക്ക് OCD ലൈറ്റ് ഇപ്പം അല്ലേ? അതൊന്നും ആരും ഒന്ന് പിടിപ്പിച്ച് വെച്ചിരുന്നെങ്കിൽ ഒന്ന് അടങ്ങിയിരിക്കായിരുന്നു അല്ലേ ബ്രോ? അത് പ്രശ്നമാണോ? അങ്ങനെ എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് അത് ഇഷ്ടമാണ്. ഓക്കെ. ബ്രോ മുടി പോലും ചെയ്തിട്ടില്ല. എന്താണ് അംബിഷൻ? എന്താണ് പറഞ്ഞിട്ട്? ജേർണലിസ്റ്റ് ആവണമെന്നാണോ? ഈ സമൂഹത്തിലെ ഈ സൊസൈറ്റി ഓർഡർ ആക്കണം എന്നുള്ളതാണോ? ജോക്കായിരുന്നു, ലാൻഡ് ചെയ്യില്ല. ഒന്നുകൂടെ ഒരു ലിങ്ക് കൂടെ തരാം. OCD നമ്മളൊരു കണക്കെടുത്തോണ്ടിരിക്കും. ഞാൻ വിട്ടുപോയി. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എവിടെയാണ്? അപ്പൊ ഈ ഫ്രണ്ടിൽ മാത്രം ഈ പരിപാടി. നിങ്ങൾ എത്ര വർഷമായി ഫ്രണ്ട്സ് ആയിട്ട്? ഡേറ്റ് ആണ്. ഐസ് ബ്രേക്ക്. ഇനി ചന്നം പിന്നെ എല്ലാരും പറയും. നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടത്? ഡേറ്റിംഗ് ആപ്പല്ല, കോമൺ ഫ്രണ്ട്. ആരുടെ ഫ്രണ്ടാ അത്? രണ്ടുപേരുടെ ഫ്രണ്ട്. എന്റെ റൂംമേറ്റ് ആണ്. പുള്ളിക്കാരന്റെ എവിടെ കണ്ടിട്ടുള്ളതാണ്? പക്ഷെ അവര് പറയണ എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ഞാൻ കൊച്ചിലെ കണ്ട ഒരു ഓർമ്മ എനിക്കുള്ളൂ. അതാണ്. നിങ്ങൾ തമ്മിൽ അറിയത്തില്ലേ? പിന്നെ എങ്ങനെ ഈ കോണ്ടാക്ട് കിട്ടിയത്? മ്യൂച്വൽ ഫ്രണ്ട്. ഈ പുള്ളിയുടെ കറക്റ്റ് അത് കിട്ടും. എന്റെ റൂംമേറ്റിന്റെ അമ്മയാണ് പുള്ളിയുടെ കാര്യം എന്റെ അടുത്ത് പറയുന്നത്. അവരുടെ അമ്മയാണ് ഇയാളെ ചൈൽഡ് ഫ്രണ്ട്. കൊച്ചിലെ എങ്ങാണ്ട് കണ്ടിട്ടുണ്ടാ? എനിക്ക് ആന്റി രണ്ടും കൂടെ ചോറും വരുന്നു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ഇങ്ങനെ ഒരു പയ്യനുണ്ട്. അമ്മ കണക്ട് ചെയ്ത്. ഓഫ്. ഇതെന്താ സ്കീം? എന്താ കല്യാണാലോചനയാണോ? അമ്മ പ്രൊഫൈല് വന്നോ? ഇതിൽ അമ്മ എവിടെന്നാ വരുന്നത്? അതാ മനസ്സിലാവാത്തത്. അതായത് റൂംമേറ്റ്സിനും ഇവരെ അറിയാം. അമ്മയാണ് പറഞ്ഞത് ഫിദയ്ക്ക് പറ്റിയ ഒരു ചെറുക്കനുണ്ട് അങ്ങനെ. ഓക്കെ, അങ്ങനെ. ബ്രോയുടെ പേരെന്താ? ഷാലിൻ. മറ്റേ ഫ്രണ്ടിന്റെ പേരോ? അലിൻ സാറ്. അലിൻ സാറുടെ അമ്മയെ എങ്ങനെയാണ് ഷാലിൻ കൺവിൻസ് ചെയ്യുന്നത്? അലിൻ സാറുടെ അമ്മ അലിൻ സാറെ രക്ഷിക്കാൻ വേണ്ടി പുള്ളിക്കാരെ ഇട്ട് കൊടുത്തു. ഇതൊക്കെ പറ്റിയൊരു ചെറുക്കനാണ്. ഫിദ നിങ്ങൾ അമ്മയെ പരിചയപ്പെട്ടതാണായി? വളരെ കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ പക്ഷെ ബാംഗ്ലൂരില്, പുള്ളി കൊച്ചി. അവിടെ ഇൻസ്റ്റാഗ്രാം ഇല്ലേ? അതുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല. ഫസ്റ്റ് മീറ്റ് ആണ് ഇത്. ഓ. അപ്പോൾ ഇത് കോമഡി, സ്റ്റാൻഡപ്പ് കോമഡി, ക്രൗഡ് വർക്ക് ഇതൊക്കെ ആരുടെ ഐഡിയ ആയിരുന്നു ഫസ്റ്റ്? അത് മറ്റേ അമ്മയുടെ. സോറി, പറഞ്ഞപ്പോ തെറി പോലെ പറഞ്ഞെങ്കിലും സാമാന്യമായി പറഞ്ഞതാണ്. എന്നാ വന്നത്? ഇന്ന് വന്നതേ ഉള്ളൂ. ഓക്കെ. ആൻഡ് നിങ്ങൾ മറൈൻ ഡ്രൈവിലൊക്കെ പോയതോ ജസ്റ്റ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ? രാവിലെ തൊട്ട് കാലിച്ചായം കുടിച്ചിട്ട് വൈകിട്ടാണ് കണ്ടത്. രാവിലെ ആള് വന്നു, തിരുവനന്തപുരത്ത് വന്നു. അല്ലല്ല, ബാംഗ്ലൂരിൽ നിന്നല്ലേ? ബാംഗ്ലൂരിൽ നിന്ന് വന്നു. ബ്രോ എവിടെ നിന്ന് വന്നു? ബ്രോ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. വെയിറ്റ് ചെയ്യിച്ചു. അപ്പൊ എന്ത് ചെയ്തു അത്ര നേരം? ഉച്ചവരെ വേറെ ഡേറ്റ്. അതായത് റൂംമേറ്റ് ഉണ്ടല്ലോ, അവളുടെ ഫിയോൻസെ കൊച്ചിയിലുണ്ട്, ഞാൻ പുള്ളിയുടെ കൂടെ.
അലിന്റെ അമ്മ എന്തിനാ ഇങ്ങോട്ട് വിട്ടതെന്ന് ഫിദയ്ക്ക് മനസ്സിലായോ? അലിന്റെ കല്യാണം ഇതിൽ നിന്ന് ഒഴിവായി രക്ഷപ്പെട്ട് മറ്റേ നടത്താൻ വേണ്ടിയാ. നിങ്ങൾ ഫ്രണ്ട്സ്, ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്? പരിചയം ഏതാ കോളേജ്? ട്രിവാൻഡ്രം ലോ ഇവിടെ കോളേജ്. ഇന്റേൺഷിപ്പിന് വന്നായിരിക്കും അല്ലേ? എങ്ങനെ ഇവിടെ എല്ലാവരും ഇന്റേൺഷിപ്പിനാണല്ലോ വരുന്നത്. അതെ. ഓക്കെ, നിങ്ങളുടെ അപ്പോൾ ഫൈനൽ ഇയറിലാണ് ഇത് വരുന്നത്. സോറി, ഫൈനൽ ഇയറിലാണോ മഹാദേവ? അപ്പൊ നിങ്ങൾ ഇവിടെ എങ്ങനെയാ നിക്കുന്നത്? എത്ര ദിവസത്തേക്ക്? എവിടെ നിൽക്കുന്നത്? ബാക്കി ഇന്റേൺഷിപ്പിന്റെ ഗൂഗിൾ മാപ്പ് അയക്കാൻ അടുത്ത് ചോദിക്കാൻ വിട്ടേക്കാം. ഇത് എൻട്രൻസ് എഴുതി കിട്ടുന്നല്ലേ ലോ കോളേജ് എന്ന് പറയാം. ഇത് ജോൺ ജോയുടെ ഷോ അല്ല, ഞങ്ങളുടെ ഷോ. ബ്രോ അമ്മയും മോളും ഇങ്ങനെ ക്രോസ് ആയിപ്പോയി. മോളുടെ പേരെന്താ? അമ്മ പറഞ്ഞാൽ മതി. അക്ഷര. ഓക്കെ, ആ മോളെ കൊണ്ടുവരാനുള്ള ഐഡിയ ഒറ്റയ്ക്ക് വിട്ടിട്ട് വരാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, നമ്മളും കൂടെ കൂടിയിട്ട് നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്യാം. ഓക്കെ, സിനിമയ്ക്ക് കൊണ്ടുപോകാറുണ്ടോ? ഓക്കെ, ഹാഫ് ആൻ അവർ ആണ് സമയം. എത്ര അതെല്ലാം അടിച്ചോളൂ. ഇതിപ്പോ പൊട്ടിത്തെറിക്കും. ബ്രോ ലൈറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇങ്ങോട്ടേക്ക് തിരിച്ചു ബ്രോ ശ്രദ്ധ മാറി ചിരിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ എല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞില്ലേ? ശരിക്കും കഴിഞ്ഞു. താങ്ക് യു. എല്ലാവർക്കും സന്തോഷം. കുട്ടിക്കാരെ താഴത്തെ ഷോയ്ക്ക് എല്ലാം നടന്നു. നിങ്ങൾ സെറ്റായോ? സോണിയ നമ്മൾ ഇനി സംസാരിക്കുന്നില്ല. സോണിയ ഞങ്ങൾ പരിചയപ്പെട്ട് മടുത്ത. സോണിയുടെ റേഷൻ കാർഡിന്റെ നമ്പർ എനിക്കറിയാം. സോണിയോട് ഇനി എന്നെ ചോദിക്കാന്. നിങ്ങളുടെ മാരേജ് എങ്ങനെയായിരുന്നു? ലവ് മാരേജ് എന്ന് പറയാം. അതെന്തുകൊണ്ട് അതിങ്ങനെ അവിടെ ഇവിടെ തേങ്ങ കയ്യാലപ്പുറത്തായി പോയത്? സോണി ഇവിടെ ഒന്ന് ജോക്ക് അടിക്കരുത് സോണിയെ പറഞ്ഞിട്ടുണ്ട്. സോണിക്ക് നമ്മുടെ ഒരു പാറ്റേൺ അറിയാം. സോണി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്ര ഷോ ഉണ്ട്. സോണിക്ക് ഇപ്പം ഒരു പകുതി സ്റ്റാൻഡപ്പ് കോമിക്കാണ്. ലവ് മാരേജ് ഇതിന്റെ വെർജിലാവുന്നത് എങ്ങനെയാണ്? 10 വർഷത്തിന് മേലെ പോയിട്ടുണ്ട്. പോയിട്ടുണ്ടോ? ചാൻസ് ഉണ്ട്. ഞാൻ നോക്കണില്ല, പക്ഷെ ചാൻസ് ഉണ്ട്. ആർക്കാന്ന് അറിയാം, എല്ലാവർക്കും ചാൻസ് ഉണ്ട്. ആൾക്ക് ഇത്രയും പേർക്ക് മനസ്സിലായിട്ട് ആൾക്ക് മനസ്സിലായിട്ടില്ല. ചാൻസ് ഉണ്ട്. നിങ്ങൾ ഹയർ സെക്കൻഡറി വരെ? ആ, ലോങ് ഡിസ്റ്റൻസ് ഭയങ്കര വാല്യൂ കേട്ടോ. അല്ല, എന്നിട്ട് എവിടെ പോയി? ആർമിയിൽ പോയി. ഓ, ഇനി ഞാൻ ഒന്നും പറയത്തില്ല. ഇനി ഞാൻ തമാശ ഭാരത് ഹമാര. ഇനിയും തമാശ ഞാൻ പറയത്തില്ല അതിനകത്ത്. ഒരു 2 റൗണ്ട് പൊട്ടിച്ചേട്ടാ. പുള്ളി അവിടെ നിന്ന് വോയിസ് മെസ്സേജ് അയച്ചോ? ആ ഫോൺ എടുത്തല്ലേ ഇപ്പൊ എല്ലാം പോകും. പുള്ളി എങ്ങോട്ട് വിളിച്ചിട്ട് തിരിച്ചു വിളിക്കുമ്പോ ഞാൻ ലോഡ് ചെയ്ത് നിൽക്കുക. വീഡിയോ കോളാണോ? ആണോ? കാണാമോ? എങ്ങനെയുണ്ട് ആള്? തോക്കൊണ്ടാണ് നിൽക്കുന്നത്. ബാക്കിക്കണം പുള്ളിയിൽ കാണാം. ഹായ്, ഞാൻ ആദ്യമായിട്ടുണ്ട് മിലിറ്ററിക്കാരന് വീഡിയോ കോൾ വിളിക്കണം. മസിലുണ്ടെന്ന് അളിയൻ പറഞ്ഞു. ഹായ്, നമ്മൾ അക്നോളജ് പുള്ളി അവിടെ നിന്ന് ഞങ്ങൾ കണിക്ക് കാണാമോ? ഓക്കെ, ഹായ്. സാറിൻ്റെ പേരെന്താ? ഞാൻ ബഹുമാനം കണ്ടു. പേരെന്താ ആളുടെ? അയ്യോ വേണ്ട. ഹായ്, ഇത് ദീപക് മോഹനല്ലേ? ഇത് ക്യാമറ തിരിഞ്ഞിട്ടില്ല ഇപ്പോഴും. ക്യാമറ അങ്ങോട്ടായിരിക്കുന്നത്. ഹായ്. ഹലോ. ആ, സാറിൻ്റെ പേരെന്താ? വൈശാഖ്. എൻ്റെ പേര് അനീസ്. ഇത് മഹാദേവൻ. നമ്മൾ ഷോയുടെ ഇടയ്ക്ക് ചുമ്മാ തമാശ പറഞ്ഞാണ്. അപ്പോഴേക്ക് ഇന്ദു ഫോൺ ചെയ്തു. എന്തുണ്ടെങ്കിലും വൈശാഖേട്ടൻ വരുമെന്ന് ഞാൻ അപ്പം തന്നെ വിളിച്ചു. ഓക്കെ, ഹാപ്പി ടു സീ യു. താങ്ക്സ് ഫോർ സെർവിങ് അവർ കൺട്രി. ആരെങ്കിലും വീഡിയോ കോൾ വിളിക്കാണ്ടല്ലോ? ലോങ് ഡിസ്റ്റൻസിലുള്ള 2-3 പേരുണ്ടായിരുന്നല്ലോ ഇവിടെ. അങ്ങനെ വിളിച്ച ഇപ്പൊ തീരും. എങ്ങനെയായിരുന്നു മാരേജ് അളിയന്റെ? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. എന്തുകൊണ്ടാണ് അറേഞ്ച്ഡ് മാരേജിലോട്ട് പോയത്? അളിയൻ ഇരിക്കുന്നു. പിന്നെ
ശരിക്കും റിലേഷൻ ഉണ്ടായിരുന്നു മുൻപ്? ഇല്ല. ഓ, അതെവിടെ ആയിട്ട് വരും? അവിടെ എത്ര ഡിവിഷൻ ഉണ്ട്? ബ്രോ എന്താണ് ഓൾഡ് സ്കൂൾ എന്ന് ഉദ്ദേശിച്ചത്? ഓൾഡ് സ്കൂൾ അത് റിലേഷൻഷിപ്പ്. ഇവനെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും? പ്രായം പറയും? തോന്നില്ല. എന്നാലും എത്ര വയസ്സ്? രൂപം പറ. 25 കറക്റ്റാ. എന്നെ കണ്ടല്ലോ. ആ 25. വിശ്വാസമില്ല. വെറുതെ വിശ്വസിച്ചു. ആലോ വരുമ്പോ ഒരു മോട്ടിവേഷൻ ഉണ്ട്. ഈയിടെ ഞാൻ ചിന്തിക്കണമില്ല, ശരിയാണോ? എന്നെ കണ്ട എത്ര പറയും? 30. അപ്പൊ നമ്മൾ ഓൾഡ് സ്കൂളാണ്. ബ്രോ ശരിക്കും ഓൾഡ് സ്കൂളാ. ഇപ്പൊ തന്നെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ബ്രോയുടെ കാൽക്കുലേഷൻസ് എല്ലാം തെറ്റാ. ഞാൻ 37 അടിച്ചു കേട്ട്. ഓൾഡ് സ്കൂൾ നമുക്ക് മനസ്സിലാവും, പിള്ളേർക്ക് മനസ്സിലാവില്ലേ? ഇവർക്ക് മനസ്സിലാവുന്ന കാഷ്വൽസ്, ഫ്ലർട്ടിങ്, ബ്രോ ഓൾഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ബ്രോ പ്രേമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇയാൾക്ക് ഡേറ്റിന്റെ കണക്കെടുത്ത് പുള്ളി ഇങ്ങനെ പറയും, ബ്രോ ഇപ്പൊ ഓർക്കും നിങ്ങൾ ചങ്കം ചങ്ക് വന്നു. പുള്ളി എല്ലാം മറന്നിട്ടാണ് നിക്കണേ. നിങ്ങൾ സെയിം ഏജ് എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ സെയിം ഏജ് ആണോ? ഓ, കണ്ടാ പറയുന്നില്ല കേട്ടോ. ഞാനും ആദ്യം നിൽക്കുന്നവരുണ്ട്. ബ്രോയ്ക്ക് 25, പുള്ളിക്ക് 30. 37ആണോ? കറക്റ്റ് ആണ്. ആ, നിങ്ങൾ 37. എന്നാ നിങ്ങളെല്ലാം കൂടെ തമാശ പറ. നിങ്ങളെന്താന്ന് വെച്ചാൽ ആയിക്കോ, എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ റിലേഷൻ സ്റ്റാറ്റസ്? 2 പേര് സിംഗിൾ? നോട്ട് സിംഗിൾ, ഓൾഡ് സ്കൂൾ. കറക്റ്റ് ചെയ്ത് പറയൂ. ജന്മനാ സിംഗിൾ? മുൻപ് റിലേഷൻ ഉണ്ടായിരുന്നു? അത് സിംഗിൾ അല്ല, പക്ഷെ ആള് സമ്മതിച്ചിട്ടില്ല. ആള് സമ്മതിച്ചിട്ടില്ല. ഞാൻ മാനസികമായിട്ട് ശാരീരികമായിട്ട് റിലേഷൻഷിപ്പിലാണ്, പക്ഷെ ആള് സമ്മതിച്ചിട്ട് സിംഗിൾ ആണ്. അങ്ങനെയാണോ? ലോങ് ഡിസ്റ്റൻസ് ആയത് അത് ഇവിടെ ഇരിക്കുന്ന പലരുടെയും വിചാരം ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അത് കൂട്ടത്തില്ലെന്ന്. അങ്ങനെയല്ല. ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ റിലേഷൻഷിപ്പ് ഈസ് റിലേഷൻഷിപ്പ്. എത്ര നാളായി? 1.5 മാസം. അതുകൊണ്ട് നിങ്ങളൊന്നും കണ്ടിട്ടില്ല? പിന്നെ കണ്ടപ്പോ തിരിഞ്ഞ് മീറ്റ് ചെയ്തില്ല, കണ്ടു. എന്താ നിന്റെ പേര്? ഓക്കെ. അപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പ് അനൗൺസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇൻസ്റ്റാഗ്രാം. ഓക്കെ. അത് ബ്രേക്ക് വന്നെന്താ? സ്കൂളിൽ നിന്ന് പിന്നെ വീണ്ടും തപ്പിയെടുത്ത് എങ്ങനെയാണ്? അത് ഞാൻ പുള്ളിക്കാരുടെ ഒരു കോൺസേർട്ടിൽ പോയ സ്റ്റാറ്റസിന് റിപ്ലൈ ചെയ്തതാ, ലുക്കിംഗ് ഗുഡ് എന്ന് പറഞ്ഞിട്ട്. ഫ്രഷ് ഐഡിയ. സ്റ്റാറ്റസിന് സ്റ്റോറിക്ക് റിപ്ലൈ ചെയ്ത ഫ്രഷ് ഐഡിയ. ആ, ലുക്കിംഗ് ഗുഡ് എന്ന് അയച്ചപ്പോ എന്താ റിപ്ലൈ? അത് ഓർമ്മയുണ്ടോ? അല്ല, അവിടുന്ന് എന്ത് പറഞ്ഞു എന്നുള്ളതാണ് പ്രസക്തമായ. അതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്നാ ചോദിച്ചത്. ഓക്കെ. പ്ലസ് 2 കഴിഞ്ഞിട്ട് പിന്നെ 4-5 years കഴിഞ്ഞിട്ട് മിണ്ടാതിരുന്നിട്ട് ഒരു ദിവസം രാത്രി പോയി ലുക്കിംഗ് ഗുഡ്, താങ്ക് യു, എനിക്ക് ഇഷ്ടമാണ്, എന്നെ ഇഷ്ടപ്പെടണം, ഞാൻ 4 വർഷം സിംഗിളാണ്. പുള്ളിക്കാര് നിനക്കൊരു മാറ്റമില്ല 4 വർഷം കഴിഞ്ഞിട്ട്. ആൾ എന്നിട്ട് ഇപ്പം 1.5 മാസം മുന്നേ എന്താ ആ പർട്ടിക്കുലർ പോയിന്റ്? ഐ ലവ് യു അല്ലെങ്കിൽ ഒന്നുമില്ല? ഞങ്ങൾ ആളറിഞ്ഞിട്ടില്ല. ഈ റിലേഷൻഷിപ്പിലാണ് ആളിപ്പോഴും അറിഞ്ഞിട്ടില്ല. ആ ലുക്കിംഗ് കൂടി നിൽക്കുന്നേയുള്ള ആള് റിലേഷൻഷിപ്പില് ബ്രേക്കപ്പിലായിരുന്നു. റൈറ്റ് ടൈം ഒന്നും നോക്കിയില്ല. ഇതാണ് സമയം. ഒരാളിങ്ങനെ വിഷമിച്ചിരിക്കും, നമ്മളിങ്ങനെ താങ്ങായിട്ട് തോട് കൊണ്ട് കൊടുക്കാം, ലുക്കിംഗ് ഗുഡ്, അങ്ങനെ ഗുഡായിട്ട് നോക്കണം. ചുമ്മാ. അപ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിനെ സപ്പോർട്ട് ചെയ്തു, സമാധാനിപ്പിച്ചോ ബ്രോ? ഇല്ല. ബാക്കിയെല്ലാം തനിയെ ഹാപ്പൻ ചെയ്തോളൂ. ഒരു തോളം വെക്കേ അല്ലേ? ആയിക്കോട്ടെ. ഒന്ന് അതിന്റെ ആൾ ഓവർകം ചെയ്തോ? പഴയ ബ്രേക്കപ്പ് ചെയ്യുന്ന ആൾ ഓവർകം ചെയ്തു. ടിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, മുടി കളർ ചെയ്ത് ഞങ്ങൾ ഇങ്ങനൊരു സാധനം എന്നിട്ട് കളറും ഇല്ല. ഞാൻ വിചാരിച്ചു പറഞ്ഞോ എന്നിട്ട് കളർ ചെയ്യാൻ പോവാണോ? ഇല്ല, ചുമ്മാ ഒരു ആഗ്രഹം. അല്ല, ചുമ്മാ കൂട്ടുകാരി പറഞ്ഞു. എന്നിട്ട് എന്ത് പറ്റി? അപ്പോഴാ ബ്രേക്കപ്പ് ആയത്. വേണ്ടെന്ന് പറഞ്ഞു. ആ ബോയ് ഫ്രണ്ടും ബോറായിരിക്കും നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്.
പണ്ട് എന്തായിരുന്നു പറ്റത്തില്ല ഇത് നല്ലതെല്ലാം തോന്നാൻ കാരണം എന്തായിരുന്നു? ഇവള് പണ്ടേ കുറെ എക്സ്പെക്ടേഷൻസ് പറയായിരുന്നു ഇങ്ങനെയൊക്കെ. എന്തൊക്കെയായിരുന്നു? 6 അടി പൊക്കം, ബ്രോഡ് ചെസ്റ്റ്, നീളം പറയായിരുന്നു. ചിസൽഡ്, നീളം പറയായിരുന്നു. ഹൈറ്റ്. ക്രിസ്ത്യാനിയാണെന്ന് പറയായിരുന്നു. മമ്മിക്ക് ഇഷ്ടപ്പെടുന്നു പറയായിരുന്നു. ആരുടെ മമ്മിക്ക്? മറ്റേ അലീനയുടെ അമ്മയോ അവർക്ക് അലീനയുടെ അമ്മ പറഞ്ഞാൽ എനിക്ക് ഓക്കെ. ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ആള് എന്നുവെച്ചാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത ക്രിസ്ത്യാനി അല്ലാത്ത ഒരു പൊക്കം എന്നൊക്കെ പറഞ്ഞാൽ എത്ര പൊക്കം വേണ്ടി വരും? 6, 6, 2 അത്ര 6 മതി. ക്രിസ്ത്യാനി ആവണം, അമ്മയ്ക്ക് ഇഷ്ടമാവണം. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്, ഇപ്പൊ ഇവിടെ ഉണ്ട്. പക്ഷെ ഒന്ന് കിട്ടിയതാ. ഞങ്ങളുടെ ജോൺ ചേട്ടുമ്പോ അല്ല എന്തിനാ ക്രിസ്ത്യാനിയാക്കണേ? യേശുവിനെ തന്നെ ജോൺ ഇങ്ങനെ കൈവിരിച്ചു നിന്ന് കറക്റ്റ് ആയിരിക്കും. ബ്രോ റിലേഷൻ ആയിട്ടേ ഇല്ല ഇതുവരെ? ആയിട്ടില്ല ഇതുവരെ ജീവിതത്തിൽ. ഓൾഡ് സ്കൂൾ എത്രാമത്തെ ബാച്ചാണ്? ശരിക്കും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നോ? മനസ്സുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. പുറത്തോട്ട് വരാൻ ഇന്ന് ഞാൻ അത് ഡേറ്റ് ഇല്ലാത്തപ്പോ അനീസിക്കാൻ ചെയ്യാറുണ്ട്. മനസ്സുകൾ അത് നമ്മൾ റിലേഷൻ ആയിട്ട് കൂട്ടത്തില്ല. അങ്ങനെയാണ് ഞാൻ നയൻതാരയായിട്ടൊക്കെ റിലേഷൻ എത്ര മനസ്സുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്തതാ. ഇങ്ങനെ നടന്നാ മതിയോ? മാനിഫെസ്റ്റ് ചെയ്ത് ചേർത്ത് നടന്നാ മതിയോ? അതിനായിട്ട് ഇവിടെ വന്നാണ്. കൊണ്ടുപോക്കോ, ഞങ്ങളുടെ സോണി എടുത്തോ. ഡേറ്റിംഗ് സൈറ്റ് ഏതെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ബബിൾ, ടിൻഡർ വഴി എല്ലാത്തിലും ഉണ്ടല്ലോ. സ്വൈപ്പ് ചെയ്യാറില്ല? ലോഗിൻ ചെയ്തിട്ടുള്ളൂ, സ്വൈപ്പ് ചെയ്യുന്നില്ലേ? ഫ്രീ ആയിട്ട് സ്വൈപ്പ് ചെയ്യാം, ലിമിറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. അതിന് കുഴപ്പമൊന്നുമില്ല. നോക്കിയിട്ടേ ഇല്ല, മാച്ച് ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. ബ്രോയ്ക്ക് എവിടെ നിന്നാണ് ഇത്രയും കോൺഫിഡൻസ്? ബ്രോ 6 അടി ഹൈറ്റ് ഉണ്ട്, ബ്രോ ക്രിസ്ത്യാനിയാണ്. അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോ? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഹാപ്പി അല്ലേ നിങ്ങള്? നല്ല മാനത ഉണ്ടല്ലോ. മറ്റേ വീഡിയോ എടുക്കുന്നു അമ്മ കഴിഞ്ഞെന്നൊക്കെ. നമ്മൾ ഇന്ന് ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. 1.5 മണിക്കൂർ ഒരു ഷോയ്ക്ക് ഇരുന്നതിന്റെ റെക്കോർഡ് അല്ലേ? ഈ കുട്ടി കരഞ്ഞിട്ടില്ല. കുട്ടി സാധാരണ കരയുന്ന എന്തെങ്കിലും വലിയ ഒച്ച, ബഹളം, ചിരി, കയ്യടി ഇതൊക്കെ. ഇതൊന്നും ഇല്ലാത്തൊരു ഷോ, സമാധാനമായിട്ടല്ലേ. ഈ ഞങ്ങളൊരു വയലിൻ കൂടെ വായിച്ചിരുന്ന ഉറങ്ങായിരുന്നു. ബ്രോയ്ക്കുന്നു കുട്ടിക്ക് ഷോ, ഈ പരിപാടി ഇഷ്ടപ്പെട്ടു? ഈ മാമനെ ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടു? ഞാൻ കള്ളം പറയത്തില്ല, മമ്മിയില്ലേ പറയാ കള്ളം പറയില്ല. ഞാൻ പറയത്തില്ല, കള്ളം പറയത്തില്ല. ഇത് നമ്മൾ മിക്കവാറും നമ്മുടെ എഡിറ്ററിന്റെ സമയം അനുസരിച്ച് 5-6 വർഷത്തിനകത്ത് ഞങ്ങൾ ഇതെന്തായാലും പുറത്തിറക്കും. അപ്പോഴത്തേക്കും നിങ്ങൾ സെറ്റ് ആയിട്ടുണ്ടാവും, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, നമ്മൾ 4 കളർ മാറ്റി അടിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ആർക്ക് ഇത് യൂട്യൂബിൽ പുറത്ത് വരുന്നതിന് ബുദ്ധിമുട്ടുള്ളവരൊന്ന് കൈവക്കിക്കേ. നിങ്ങൾക്ക് 2 പേർക്ക് 3 പേർക്കല്ലേ? നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 60,000 രൂപ കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾ 3 പേര് 20 വെച്ച് ഇടണം. ഇല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ഇത് ഇടുന്ന എമൗണ്ട് 2 ലക്ഷം രൂപയാണ്. ഇത് ആര് കണ്ടാലോ പ്രശ്നം? പുള്ളി US-ലെ പുള്ളി. ആരുടെ വീട്ടുകാര്? 2 പേരുടെ വീട്ടുകാരുണ്ട്. ഈ കുടുംബങ്ങൾ എങ്ങനെ ഒന്നും ചെയ്യും? ഇത് നടക്കുമോ? നിങ്ങൾ വീട്ടിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടോ? ഈ അനിശ്ചിതകാലത്ത് കിടക്കുന്ന ഈ സാധനത്തിന് വേണ്ടി ഈ വീഡിയോ ഇറക്കാതിരിക്കണം ഞങ്ങള്. എന്നിട്ട് നിങ്ങൾ മറ്റന്നാൾ ബ്രേക്കപ്പോ? സോണി ഷോ തൂക്കും. അവസാനം വന്നിങ്ങനെ പരിപാടിയുള്ള. നിങ്ങൾക്ക് എന്താ പ്രശ്നം പുറത്തിറക്കുന്നതില്? ആരുടെ ചേട്ടൻ? സ്വന്തം ചേട്ടൻ, ബ്രദർ. കൊച്ചി വന്ന് ഷോയ്ക്ക് പോകുന്ന പ്രശ്നമുണ്ടോ? ഓ ഈ അല്ലല്ല, ഈ ഡീറ്റെയിൽസ് പുറത്തു പോകാൻ പാടില്ല. റിൻഷ ഓർക്കോ നീ ഇത്? ആദ്യത്തെ 3 റീലിതായിരിക്കും പോണേ. പിങ്കിഷ് ഗേൾ കൈവൊക്കെയായിരുന്നോ? എന്തായിരുന്നു പ്രശ്നം? എന്താ? പ്രൈവസി കൺസേൺ, കാര്യങ്ങൾ പുറത്തു പോകുന്നത്. റിൻഷ ഇത് ആരാ മാർക്ക് ചെയ്തത്? ഇവിടെ ഇരുന്നിട്ടൊക്കെ ഇത് പിടിച്ച് ഇത്ര ആൾക്കാരുടെ ഇടയിൽ തല വെട്ടിച്ച് നിങ്ങളുടെ ഫോഗോ അതിനകത്ത് കാണുന്നത് തന്നെയല്ലേ? ഈ പുള്ളി മറ്റേ 6 മാസത്തെ കോഴ്സ് ഒന്നുകൂടെ പഠിക്കണം. എന്നാലും എത്തില്ല. അത് പേടി.
പിന്നെ നിങ്ങളെല്ലാം ഇത്രയും പേടിച്ചെങ്കിലും നിങ്ങൾ വിഷമിക്കാതിരിക്കുന്ന ഒരു കാര്യം പറയാം, ഞങ്ങളുടെ ഒരു വീഡിയോയും ഇന്ന് ഇന്നേ വരെ വരെ വൈറലായി. ഓ നിങ്ങൾ 6 മാസം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തതാണല്ലോ അല്ലേ? ഞാൻ ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജസ്റ്റ് ഫോർ നോളജ് ചെയ്തതേ ഉള്ളൂ. ഞാൻ അതിൽ ഇതുപോലുള്ളവരാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം എല്ലാവരും. അതുകൊണ്ടാണ് നമ്മുടെ സാധനം ഓടാറ്. എന്നിട്ടും മനസ്സിലായി നമ്മുടെ മാർക്കറ്റിംഗ് മോശമാണ്. അതെന്താ സമ്മതിക്കത്തില്ല, ഒരാള് യൂട്യൂബ് വീഡിയോ സമ്മതിക്കത്തില്ലെന്ന്. ഇങ്ങനെ നല്ലൊരു കണ്ടന്റ് ഒന്നും ആരോ പറയും ഇത് പുറത്ത് കാണിക്കില്ലേ, എന്റെ ചേട്ടൻ അറിഞ്ഞ പ്രശ്നമാ, എന്റെ US-ലുള്ള ബോയ് ഫ്രണ്ട് അറിഞ്ഞ പ്രശ്നമാ, ഐ ഹാവ് പ്രൈവസി കൺസേൺ, ഹൗ ക്യാൻ ബി. ഓ കഴിഞ്ഞു.